പക്ഷെ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കാണല്ലോ അത് ബാധിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളവർക്കും ബാധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സാധനത്തിന്റെ പൊട്ടത്തരമാണ് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ഞാൻ ചെറിയ പൊട്ടിയായതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. ഒരാൾ നിൽക്കുമ്പോൾ അകത്ത് നിൽക്കുമ്പം ഇങ്ങനെ കാണിക്കുന്നത് ജാസ്മിൻ ആയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി അതിനകത്ത് നല്ലൊരു ഗെയിമർ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഏറ്റവും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ജാസ്മിനാണ്. സാറിൻ്റെ ഫസ്റ്റ് മൂവി, സാറുമായിട്ട് ഞാൻ ഫസ്റ്റ് മൂവിയാണ്. സാറിൻ്റെ IPS അടുത്ത മൂവിയിൽ ഞാനൊരു സർപ്രൈസായിട്ട് വരുന്നുണ്ട്. അത് എൻ്റെ ഒരു കരിയറിൽ ചേഞ്ച് തന്നെയായിരിക്കും. അതാണ്. പിന്നെ DNA ഞാൻ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്, പോലീസ് ഓഫീസറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയൊരു ക്യാരക്ടർ. സാറിനുമായിട്ട് ഫസ്റ്റ് ടൈം ആ മൂവിക്ക് ഞാൻ പ്രൊഡ്യൂസറായിട്ട് പോലീസ് ഓഫീസറായിട്ട് ഞാൻ നേരത്തെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം സിനിമ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്രൗഡ്, പിന്നെ മെയിനായിട്ട് സാറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നമ്മളെല്ലാവരും മുന്നിലോട്ട് ഓടി വരും. കോട്ടയം കുഞ്ഞച്ചൻ മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര നല്ല സാർ മൂവി ചെയ്തു. സാറിനോട് ഒരു വർക്ക് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ബെൻസി പ്രൊഡക്ഷൻസ് ഡയറക്ടേഴ്സ്, നമ്മളെ റൈറ്റർ സന്തോഷ് ഏട്ടൻ, പിന്നെ ക്രൂ ഫുള്ള്, പിന്നെ നമ്മൾ അഷ്കർ മമ്മൂക്കാടെ എല്ലാവർക്കും അറിയാമല്ലോ, മമ്മൂക്കാടെ സിസ്റ്ററിൻ്റെ മോനാണ് അഷ്കർ. നമ്മളുടെ ലക്ഷ്മി റായ് ലക്ഷ്മി ഇപ്പം അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഹന്ന, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു ചെറിയ കുഞ്ഞു ക്യാരക്ടർ വരെ വലിയ ആർട്ടിസ്റ്റുകളാണ് ചെയ്തേക്കുന്നത്. അതിലൊരു ഭാഗമാവാന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളെല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥനയും എന്തായാലും ഉണ്ടാവണം. ഭയങ്കര സന്തോഷമുണ്ട് അതിലൊരു ഭാഗമായത്. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്നെ വിളിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞിട്ട് മെമ്മറീസാണ്. ഭയങ്കര സന്തോഷം. എല്ലാവരുമായിട്ട് സാധാരണ നമ്മൾ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലല്ല ഇവിടെ നമ്മളെല്ലാം ഭയങ്കര ഒരു കൂട്ടായ്മയായിട്ടാണ് എല്ലാം നിന്നത്. ഭയങ്കര രസമായിരുന്നു. അതിനകത്ത് കുറേ നല്ല മെമ്മറീസും ഉണ്ട്. നല്ലതാണ്. അങ്ങനെയില്ല, എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയും എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. ആക്ച്വലി അതിനകത്ത് നല്ലൊരു ഗെയിമർ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഏറ്റവും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ജാസ്മിനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഗെയിം ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും കാണത്തില്ലായിരുന്നേനെ, അല്ലെങ്കിൽ അവിടെ ഒരു തണുത്ത് നിൽക്കുക. പിന്നെ പേഴ്സണലി ഭയങ്കര ഒരു സ്വീറ്റ് തോന്നിച്ചത് നമ്മളുടെ എന്താ ചേട്ടൻ്റെ ജിന്നു ചേട്ടനും നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന കണക്ക് അതിനകത്ത് നമ്മൾ കാണുന്ന ഒന്നും അല്ല പുറത്ത് അകത്ത് നിൽക്കുന്നത്. അകത്തുള്ളവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം ആരാണ് ജെനുവിൻ, ആരാണ് സത്യം, ആരാണ് കള്ളം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പുറത്ത് നിൽക്കുന്നത് നമുക്ക് 1.5 മണിക്കൂർ കാണുമ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും എനിക്കിഷ്ടമാണ്. ജാസ്മിൻ മാത്രമല്ല, എല്ലാവരും ഇഷ്ടം. ഞാൻ പറഞ്ഞത് അതായത് ആ ഗെയിമായിട്ട് കൊണ്ടുപോകുന്നത് ജാസ്മിനാണ്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ വിന്നർ ജാസ്മിൻ ആയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഗബ്രി വന്നു, ആ ഒരു പ്രേമം, പുറത്തൊരു എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി അവിടെ ചെയ്തപ്പം ഒരു നെഗറ്റീവ് വീണതാണ്. അല്ലെങ്കിൽ ആ കുട്ടി ഗെയിമർ ബേസ് വെച്ച് സൂപ്പർ ഗെയിമറാണ്. പക്ഷെ അങ്ങനെ കുറേ നെഗറ്റീവ് വന്നപ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിലോട്ടൊരു ചെറിയൊരു സാധനം നെഗറ്റീവ് വീണത്. പക്ഷെ ആ കുട്ടി ഇറങ്ങി വരുമ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം കുറേ ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അവൾ ചിലപ്പം ഗെയിമിന് വേണ്ടി ചെയ്തതായിരിക്കും. പുറത്ത് വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ ഇതിന് എന്തൊക്കെയാണെന്ന്. ഗെയിമിന് വേണ്ടി സാധനം ഇതൊരു ഗെയിം ഷോ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. കാരണം അതൊരു പെൺകുട്ടിയും കൂടെ, അവൾ കാണിച്ചതിൽ തെറ്റുണ്ട് ശരിയുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ എന്നാൽ പോലും അതൊരു ഗെയിമായിട്ട് എല്ലാവരും സ്വീകരിച്ച് അതിന് വരുമ്പോൾ വിഷമിപ്പിക്കാതെ നോക്കണം. എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. കാരണം ഇതിനകത്ത് കയറുന്നവർ ആര് നെഗറ്റീവ് ആര് പോസിറ്റീവ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഫേക്കായിട്ടല്ല, അവൾ എന്താണ് കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. പ്രേമത്തിൻ്റെ കാര്യം വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു വിഷമം വന്നത്. ഫേക്കല്ല, അത് ഗെയിമിന് വേണ്ടിയിട്ടാണെന്ന് തന്നെ തോന്നി. കാരണം പുറത്തൊരാൾ നിൽക്കുമ്പോൾ അകത്ത് നിൽക്കുമ്പം ഇങ്ങനെ കാണിക്കുക എന്നുള്ളത് ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ പറയുന്ന കണക്ക് മൊബൈലില്ല, ക്യാമറയില്ല, TV ഇല്ല, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ല അവിടെ. അന്നേരം കൂടുതലും നമ്മൾ ഫാമിലീസ് ഇല്ല, ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൂട്ട് കിട്ടുന്നത് അത് ചിലപ്പം ഏത് രീതിയിലാണ് അത് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. അത് പറയുന്നു നമ്മളൊരു ഫ്രണ്ടാണ്, അവൾ സപ്പോർട്ടിങ്. സത്യം സീരിയസ്ലി നമുക്കവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഭയങ്കര ക്രിട്ടിക്കലാണ് നമുക്കവിടെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു ആശ്വാസമായിരിക്കും, എനിക്കറിയത്തില്ല. ജിൻഡോ
ക്യൂട്ട് മാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ജിൻഡോ ചേട്ടനെ. ജിൻഡോ ചേട്ടൻ്റെ പൊട്ടത്തരമാണ് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ഞാൻ ചെറിയ പൊട്ടിയായതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. ഇല്ല എനിക്ക് ആക്ച്വലി ബിഗ് ബോസിൽ മിക്കവരെയും ഇപ്പോഴത്തെ പ്രാവശ്യത്തത് അങ്ങനെ വലുതായിട്ട് ആരെയും ഡയറക്റ്റ് പരിചയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ വന്നപ്പോഴേ. അല്ല, അത് ശരിക്കും അത് നമുക്ക് എല്ലാവർക്കും ഹേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. കാരണം ഞങ്ങളെല്ലാവരും ലേഡീസാണ്. വന്ന് കയറി നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പം അത് ആരാണെന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബാധിക്കും. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡായിരുന്ന ഫിറോസുമായിട്ട് ഞങ്ങൾ കയറിയതാണ്. കാരണം അപ്പം ഫിറോസ് എന്നെ അങ്ങനെ ഒരു കമ്പാരിസൺ പോലെ പോയി പോകുന്നു. അതിനകത്തുള്ള ഓരോ പെണ്ണുങ്ങൾക്കും അത് ബാധിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു അവസ്ഥ ആരെ വന്നിട്ടുള്ളത് അതിൻ്റെ അവിടുത്തെ ചാനൽ ബേസ് ആണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് വ്യക്തമായിട്ട് പറയാഞ്ഞത് ഭയങ്കര തെറ്റായിപ്പോയി. അതെല്ലാം നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്നുണ്ട്. അത് തെറ്റ് തന്നെയാണ് ചേട്ടൻ അഖിലേട്ടൻ പറഞ്ഞത്. പക്ഷെ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കാണല്ലോ അത് ബാധിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളവർക്കും ബാധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം എൻ്റെ അറിവിൽ ചാനൽ ബേസ് അങ്ങനെ ഒരു നമ്മളുടെ ആരുടെയും റെക്കമെൻഡിലോ ആരുടെയും ഇതൊന്നും അല്ല നമ്മൾ. കാരണം എത്രയോ ആർട്ടിസ്റ്റിൻ്റെ ഇത് നോക്കിയിട്ടാണ്, എത്രയോ ആർട്ടിസ്റ്റിനെ നോക്കിയിട്ട് അവർക്ക് കഴിവായിട്ടുള്ളവരെ മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് എൻ്റെ മോൾ ഷൈൻ, ഏഷ്യാനെറ്റ്, അങ്ങനെ ഒത്തിരി പ്രൂവ് ചേർന്നിട്ടുള്ളത്. അല്ലാതെ ആരെയും റെക്കമെൻഡ് കൊണ്ടൊന്നും ഒരിക്കലും കയറാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഞാനോ എനിക്ക് ഇതുവരെയായിട്ടും മാഷാഅല്ലാ, പിന്നെ ഇനി ഉണ്ടെങ്കിൽ മാഷാഅല്ലാ ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും നമ്മൾ പറയുന്നതാണെങ്കിൽ ലാലേട്ടനുണ്ട്, മമ്മൂക്കൊക്കെ ഉണ്ട്, നമ്മൾ വലിയ അവിടെ എവിടെയെങ്കിലും തെറ്റിപ്പൊറിച്ച് നടക്കുന്നത് ഇതുവരെയായിട്ടും എനിക്ക് ഇതുവരെയായിട്ടും മാഷാഅല്ലാ വന്നിട്ടില്ല. അതൊരു ഭാഗ്യമാണ്.